എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ രാവിലെ പോകുന്നത്. കാരണം നമ്മൾ ഇന്നലെ വരെ നിങ്ങളുമടക്കമുള്ള ആളുകൾ ഇന്നലെ വരെ പറഞ്ഞിരുന്നത് മഴ പെയ്യുന്നില്ലല്ലോ, കുടിവെള്ളത്തിന് അടക്കം നമ്മൾ നെട്ടോട്ട് മോടേണ്ട സാഹചര്യത്തിലേക്ക് പോകുമല്ലോ. അതോടൊപ്പം തന്നെ പെരിയാർ നദിയിൽ വെള്ളമില്ല, നമ്മൾ പെരിയാർ സൂചിപ്പാറ തോട്ടിൽ ജലനിരപ്പ് താഴുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് താഴുന്നു, കറണ്ട് കെട്ട് തുടങ്ങുന്നു, അങ്ങനെ പല വിഷയങ്ങളായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഒറ്റ മഴ കൊണ്ട് നമ്മളിപ്പോൾ വെളിയിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. വണ്ടിപ്പെരിയാർ മേഖലയിൽ 51ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. അതിൻ്റെ വാർത്തയിലേക്ക് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭാഗ്യം സ്കിൻ സ്പെഷ്യൽ ഹോസ്പിറ്റൽ കമ്പം. നഖത്തിലുണ്ടാകുന്ന വിരച്ചുറ്റും ത്വക്കുരോഗങ്ങളും ശരീരത്തിലെ ഉണങ്ങാത്ത മുറിവുകളും വരഞ്ഞുകീറലും നിങ്ങളെ അലോസരപ്പെടുത്തുന്നുവോ? മുഖക്കുരുവും കറുത്തമറുകും മുടികൊഴിച്ചിലും വെള്ളപ്പാണ്ടും നിങ്ങളുടെ സൗന്ദര്യം കുറയ്ക്കുന്നുവോ? കൈകളിലെ തഴമ്പ് നിങ്ങളുടെ കൈയുടെ മാർദ്ദവം കുറയ്ക്കുന്നുവോ? എങ്കിൽ ഉടൻ പരിഹാരമുണ്ട്. ഭാഗ്യ ആശുപത്രി കമ്പം. ഇന്നലെ രാത്രി 1 മണി മുതൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് 4 മണിയോടുകൂടി പെരിയാർ ചുറ്റുപാറ കൈത്തോടിലും പെരിയാർ നദിയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് ഉണ്ടായത്. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. വണ്ടിപ്പെരിയാർ നെല്ലിമല മുതൽ കക്കിക്കവല വരെയുള്ള ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും അടക്കം 45ഓളം സ്ഥലങ്ങളിലാണ് വെള്ളം കയറിയത്. ഇതുകൂടാതെ ചുരക്കുളം ആറ്റോരത്ത് 5 വീടുകളിലും ഡൈമുക്ക് ആറ്റോരത്ത് 1 വീട്ടിലും വെള്ളം കയറി. വണ്ടിപ്പെരിയാർ ചുരക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും അകത്തേക്ക് കടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിൽ വെള്ളം കയറി. മരുന്നുകളും മറ്റും ഉപകരണങ്ങളും ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റിവെച്ചിരുന്നതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ല. എന്നാൽ ആശുപത്രി പ്രവർത്തന സജ്ജമാകണമെങ്കിൽ വെള്ളം കയറിയ സ്ഥലത്തെ ചെളികളും മറ്റും പൂർണ്ണമായും മാറ്റിയാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇതോടൊപ്പം റോഡ് സൈഡിലുള്ള വീടുകളിൽ വെള്ളം കയറിയത് നല്ല ഉറക്കത്തിന്റെ സമയത്താണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീടുകളിൽ നിന്നും ഇറങ്ങിപ്പോകാൻ കഴിയാത്ത സാഹചര്യവും ഇവർക്ക് ഉണ്ടായി. എന്നാൽ തൊട്ടടുത്തുള്ള ബന്ധു വീടുകളിലേക്കും മറ്റും കുട്ടികളുമായി ഇവർ മാറി ഇരിക്കുകയാണ് ചെയ്തത്. ഇതുകൂടാതെ വണ്ടിപ്പെരിയാർ വികാസ് നഗറിൽ വലിയ കല്ല് റോഡിലേക്ക് പതിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു. കൂടാതെ വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്ത് ഉരുൾപൊട്ടുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തു. മിക്ക സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിരുന്നു. വാഗമൺ, കൊട്ടാരക്കര, ദിണ്ടുക്കൽ ദേശീയപാത തുടങ്ങിയ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാളാടിക്കവലയിൽ നിന്നും പോലീസ് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് തന്നെ വിടുകയും ചെയ്തു. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.